ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താടാ നീ നല്ല സന്തോഷത്തിലാണല്ലോ? അതെ, ഞാനിന്ന് നല്ല സന്തോഷത്തില്. എടാ, മഞ്ജു എന്നെ വിട്ടു പോയതിനു ശേഷം ഞാൻ ഇത്രയും സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിട്ടില്ല. ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്താ മോനെ ഉണ്ടായത്? എന്റെ കുടുംബത്തെ വീണ്ടും ഒരുമിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ സ്വപ്നം കാണുന്നതെല്ലാം നടക്കുമെന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. നീ എനിക്ക് പ്രതീക്ഷ തന്നുവെങ്കിലും എന്റെ മനസ്സിൽ എപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം മാറി. അമ്മു എന്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ തെളിവാ ഇത്. എന്നെ അമ്മു അവളുടെ കുടുംബത്തിന്റെ ഭാഗമാക്കി. മഞ്ജുവിന്റെ ഒപ്പം അവൾ എനിക്ക് സ്ഥാനം തന്നത്. അവളുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് എനിക്കിപ്പോ ബോധ്യായി. എനിക്കിത് മാത്രം മതി. ഇനി അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യവും ഊർജവും എനിക്ക് കിട്ടി. ഒരച്ഛന്റെ സ്ഥാനത്ത് പ്രതീക്ഷ എന്നെ കാണാൻ തുടങ്ങിയല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഇത് കണ്ട നീ സന്തോഷിക്കുമെന്നാ ഞാൻ കരുതിയത്. കുടുംബത്തിന് വേണ്ടി വീണ്ടും പൊരുതാൻ തീരുമാനിച്ച നിന്റെ ഉന്മേഷം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടടാ. അമ്മു ഈ പടം വരച്ചതും ഒരു നല്ല സൂചനയാ. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? ഇതെല്ലാം അമ്മുവിന് നിന്നോടുള്ള ഇഷ്ടമാണ് കാണിക്കുന്നതെങ്കിലും ഇതൊന്നും നിന്റെ കുടുംബത്തെ കൂടുതൽ അടുക്കാൻ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതെന്താ? നീയും അമ്മുവും തമ്മിലുള്ള ബന്ധം ദൃഢമായിരിക്കുന്നത് ഒരു നുണയുടെ അടിത്തറയില്ല. അത് എപ്പോ വേണമെങ്കിലും തകർന്നു വീഴാം. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ പടം കണ്ടാൽ അറിയില്ലേ അവൾ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ അവൾ ഇഷ്ടപ്പെടുന്നത് നിന്നെയല്ലല്ലോ. മനസ്സിലായില്ല. നീ ആരാ? ഗിരിശങ്കർ, മഞ്ജുവിന്റെ ഭർത്താവ്, അമ്മുവിന്റെ അച്ഛൻ. അതാണ് നീ. അമ്മു ഇഷ്ടപ്പെടുന്നതേ GK-യാ. അത് ഒരു സാങ്കല്പിക കഥാപാത്രം മാത്രമല്ലേ? എടാ, അമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഗിരിയും GK-യും രണ്ടാ. അവള് ഗിരിയെ സ്നേഹിക്കണമെങ്കിൽ നീ ശരിക്കും ആരാണെന്ന് അവൾ അറിയണം. നീ പറയുന്ന വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള വിവരം എനിക്കില്ല മുകുന്ദ. എന്റെ മകൾ എന്നെ അവളുടെ കുടുംബത്തിന്റെ ഭാഗമാക്കിയതിന്റെ സന്തോഷം മാത്രം എനിക്കുള്ളത്. അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നീ തല്ലിക്കെടുത്തരുത്. അതെ, ഞാനായിട്ട് നിന്റെ സന്തോഷം കളയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന വിവരമൊക്കെ നിനക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കണ്ണടച്ചിരുട്ടാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആയിക്കോ. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഗിരിശങ്കറിനെ അമ്മു ഇഷ്ടപ്പെടുന്നത് വരെ അച്ഛൻ എന്ന രീതിയിൽ അവൾ നിന്നെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. എടാ, എങ്ങനെയാണെങ്കിലും അവൾ നിന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എന്നാണ് കരുതുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ GK-ആയിട്ട് അഭിനയിക്കേണ്ടി വരും. നിന്റെ ലക്ഷ്യം അതാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല.
കണ്ണിൽപ്പെട്ട ഞാൻ ഉണ്ടാക്കിയ എല്ലാ കള്ളക്കഥകളും ചീട്ടുകൊട്ടാരം പോലെ വീഴും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആഹാ, പ്രതീക്ഷ മോള് അച്ഛമ്മയെ കാണാൻ വന്നതാണോ? പൊക്കോളൂ, അച്ഛമ്മ അകത്തെ മുറിയിലുണ്ട്. ചെല്ലു മോളെ. എന്താ നിന്റെ ചേച്ചി വരാത്തെ? സാധാരണ ഒരു നാണവും ഇല്ലാതെ മോളെ കൊണ്ട് അവള് തന്നെ വരാറാണല്ലോ പതിവ്. എന്റെ ചേച്ചി നാട്ടുകാര് ബഹുമാനത്തോടെ കാണുന്ന ഈ നാടിന്റെ പോലീസ് കമ്മീഷണറാ. നിന്നെ പോലെ വല്ലവരുടെ വീട്ടിൽ വലിഞ്ഞു കയറി കൂടി ഇപ്പൊ പണിക്കാരിയായിട്ട് നിൽക്കല്ല. അതുകൊണ്ട് നാണവും മാനത്തെ പറ്റിയൊന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട. നിന്റെ ചേച്ചി ഇത്രയും വലിയ സംഭവമാണെങ്കിൽ പിന്നെ എന്തിനാ ഗിരിയേട്ടന്റെ പുറകെ നടക്കുന്നേ? അതിന് ആർക്ക് വേണം നിന്റെ ഗിരിയേട്ടനെ? നിന്നെ പോലൊരു വൃത്തികെട്ടവൾക്ക് വേണ്ടി എന്റെ ചേച്ചിയെ ഗിരിയേട്ടൻ ചതിച്ച അന്ന് മുതൽ അയാളെ കുറിച്ച് എന്റെ ചേച്ചിക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായിരുന്ന വിലയൊക്കെ പോയി. അങ്ങനെ ഒരു മനുഷ്യന്റെ പുറകെ എന്റെ ചേച്ചി എന്തിനു നടക്കണം? അവൾ എത്ര വലിയ കമ്മീഷണർ ആണെങ്കിലും ഒരു ഭാര്യ എന്ന നിലയിൽ തോറ്റു എന്ന് അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഗിരിയേട്ടനെ അവളിൽ നിന്നും തട്ടിയെടുത്ത് ഞാൻ അവളെ തോൽപ്പിച്ചു. ആ തോൽവി അവൾ മരിക്കുന്നത് വരെ അവളെ അലട്ടിക്കൊണ്ടിരിക്കും. ഗിരിയേട്ടനെ തിരിച്ചുപിടിക്കാൻ അവൾക്കറിയാവുന്ന എല്ലാ തരംതാണ നമ്പറുകളും അവൾ ഇറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഗിരിയേട്ടൻ എന്റെ മേലുള്ള സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കാൻ നിൽക്കാറില്ല. ഗിരിയേട്ടന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന നിന്നെയൊക്കെ എന്ത് വിളിക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. ഇടി മരമണ്ടി. ഗിരിയേട്ടന് നിന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി പോയി കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് നിന്നെ സ്വീകരിക്കുമായിരുന്നില്ലേ? അത് മഞ്ജു ഗിരിയേട്ടന് ഡിവോഴ്സ് കൊടുക്കാത്തോണ്ടല്ലേ? ഗിരിയേട്ടൻ ചോദിച്ചാ ആ നിമിഷം ചേച്ചി ഡിവോഴ്സ് പേപ്പേഴ്സിൽ ഒപ്പിടും. പക്ഷേ ഗിരിയേട്ടൻ അങ്ങനെ ചോദിക്കില്ല. കാരണം ഗിരിയേട്ടൻ ഭാര്യയുടെ സ്ഥാനത്ത് ചേച്ചിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ.